നമസ്കാരം. രുചിലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. എങ്ങനെയാണ് സിമ്പിളായി ഈസിയായി അടിപൊളിയായി ഒരു ബിരിയാണി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകം, മുളക് പൊടി, ഉപ്പ്, 1 സ്പൂൺ ഓയിൽ, 1 സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് സെറ്റാക്കിയെടുക്കാം. അതിനായി 4 സവോള ചെറുതായി സ്ലൈസ് ചെയ്തെടുക്കുക. ശേഷം 2 തക്കാളി എടുത്ത് സ്ലൈസ് ചെയ്ത് മാറ്റിവെക്കുക. അതുപോലെ തന്നെ 1 കഷ്ണം പച്ചമുളകും സ്ലൈസ് ചെയ്ത് മാറ്റിവെക്കുക. ഇനി നമുക്ക് അരി സോക്ക് ചെയ്യാൻ മാറ്റിവെക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. കൈമ റൈസാണ്. നമുക്കിതിനെ വെള്ളമൊഴിച്ച് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ മാറ്റിവെക്കാം. ഇനി നന്നായി തിളച്ച എണ്ണയിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിനെ മാറ്റിയ ശേഷം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയുടെ ഒരു ഹാഫ് പോർഷൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവോള ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം ഈ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് മുഴുവൻ മല്ലി, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, വറ്റൽമുളക്, തക്കോലം, ജാതിപത്രി, ബേ ലീഫ് എന്നിവ ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ബാക്കി സവോള ആഡ് ചെയ്ത് വഴട്ടിയെടുക്കുക. സവോള ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവ ആഡ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്യുക. ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി, ചില്ലി, പിന്നെ കുറച്ച് മല്ലിയിലയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ്റെ കുറച്ച് പോർഷനും കൂടെ എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് മിക്സാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഈ 1 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലാസിൻ്റെ 3/4 ഭാഗം വരെ ആയിരുന്നു ഞാൻ റൈസ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്ലാസിൻ്റെ 1 ഗ്ലാസ് ഫുൾ വെള്ളം ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി അളക്കുന്നത് ആ അരിയുടെ ലെവലിനെയും കാട്ടിൽ ഒരു 1/4 ലെവൽ കൂടുതൽ വെള്ളം വേണം നിങ്ങൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാൻ. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ബിരിയാണി മസാല ഹോൾ ഇട്ട് കൊടുക്കുക. അതായത് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ബേ ലീഫ് തുടങ്ങിയ സാധനങ്ങൾ ആഡ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഫ്രൈഡ് ഒണിയൻ ഇട്ട് കൊടുക്കാം. ശേഷം 1 സ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ ഓയിലും അതിൻ്റെ കൂടെ ആവശ്യമായ ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ വേവ് അറിയുന്നത് നമ്മൾ ഒഴിച്ച വെള്ളം എപ്പോഴാണോ വറ്റുന്നത് അതായിരിക്കും നമ്മുടെ റൈസിൻ്റെ വേവ്. അതേപോലെ വിനാഗിരി നമ്മൾ ആഡ് ചെയ്യുന്നത് ചോറ് വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റൈസിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് റൈസ് മാറ്റി വയ്ക്കുക. ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചിക്കൻ കറി ആഡ് ചെയ്യുക. അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇടുക. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന റൈസ് ഈ ചിക്കൻ കറിയുടെ മുകളിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് പുതിനയില, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരി, അതുപോലെ ഫ്രൈഡ് ഒണിയൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതിനെ ഒന്ന് 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായ ഒരു അടിപൊളി ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഈസിയായി സിമ്പിളായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് ടൈം എടുക്കുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ കൂട്ടും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബിരിയാണി ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവരും പറയും ബിരിയാണി കഴിക്കരുത്, ഫാറ്റാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ എല്ലാ സ്പൈസസും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് ബിരിയാണി. എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഫോളോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.